ട്രേഡിങ്ങിലൂടെ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാന്ന് പറഞ്ഞ പല യൂട്യൂബ് ആഡ്സും ഇൻസ്റ്റഗ്രാം റീൽസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഓരോ ട്രേഡേഴ്സും ഒരു വർഷത്തിൽ ആവറേജ് ഉണ്ടാക്കുന്ന ലോസ് 1.1 ലാക്ക് ആണ്. എന്നാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവർ വെറും 40,000 രൂപ പെർ ഇയർ. അപ്പോൾ ഇതിന്റെ റിയാലിറ്റി ശരിക്കും എന്താണ്? എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ട്രേഡിങ്ങിലൂടെ ലോസ് ഉണ്ടാക്കുന്നത്? ആൻഡ് ആസ് എ 20 or 30 year old നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ ട്രേഡിങ്ങിനെ ഇൻവെസ്റ്റ്മെന്റിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡേറ്റ ബാക്ക്ഡ് ആയിട്ട് നമ്മൾ ഈ വീഡിയോ നോക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓൾസോ ഇതുപോലത്തെ പേഴ്സണൽ ഫിനാൻസ് ബേസ്ഡ് ആയിട്ട് വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഇതിന്റെ റിയാലിറ്റി? നിങ്ങൾക്ക് ട്രേഡിങ്ങിലൂടെ ശരിക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? പക്ഷേ അതേസമയം സെബിയുടെ ലേറ്റസ്റ്റ് ഡേറ്റ പറയുന്നത് ഇന്ത്യയിലെ 10 ട്രേഡേഴ്സിൽ 9 ട്രേഡേഴ്സും ലോസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സെബിയുടെ ലേറ്റസ്റ്റ് ഡേറ്റ പറയുന്നത് 93% ഇൻഡിവിജ്വൽ ട്രേഡേഴ്സും ഇന്ത്യയിൽ ലോസ് ആണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു റിപ്പോർട്ടിൽ 2 ഇൻട്രസ്റ്റിംഗ് ഡേറ്റ പോയിന്റ്സും കൂടി ഉണ്ടായിരുന്നു. അത് നമുക്ക് നോക്കാം. അപ്പോൾ പൊതുവേ നമ്മൾ വിചാരിക്കുക ഈ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും എന്നൊക്കെയാണ്. പക്ഷേ സെബിയുടെ ഡേറ്റ പറയുന്നത് 75%-നേക്കാളും കൂടുതൽ ട്രേഡേഴ്സ് വർഷം ഉണ്ടാക്കുന്ന ഇൻകം വെറും 5 lakhs താഴെയാണ്. അതായത് മോസ്റ്റ് ട്രേഡേഴ്സ് ഇൻ ഇന്ത്യ ആർ നോട്ട് വെരി വെൽത്തി. അവർ മിഡിൽ ക്ലാസിന് താഴെയുള്ള ആൾക്കാരാണ് മോസ്റ്റ് ട്രേഡേഴ്സ്. അപ്പോൾ പൈസ നഷ്ടപ്പെടാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരല്ല ആക്ച്വലി പൈസ നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം കുറച്ച് സ്കെയറി ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഈ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ ഏജ് ആണ്. അപ്പോൾ നമ്മൾ 2023 നോക്കുകയാണെങ്കിൽ 30 വയസ്സിന് താഴെയുള്ള ട്രേഡേഴ്സ് വെറും 31%. പക്ഷേ 2025 വരുമ്പോൾ അത് 43% ഉയർന്നു. അതായത് ട്രേഡിംഗ് ചെയ്യുന്നതിൽ നല്ലൊരു ഭാഗം ജസ്റ്റ് ഏൺ ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരാണ്. എന്ന് മാത്രമല്ല കാര്യമായിട്ട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ബിഗിനേഴ്സും കൂടിയാണ്. ആ ഒരു ബിഗിനേഴ്സിന്റെ പെർസെൻറ്റേജ് ഇങ്ങനെ കൂടിക്കൊണ്ടുവരികയാണ്. ദാറ്റ് മീൻസ് ആ ആൾക്കാർ ഇനിയും ലോസസ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുള്ളൂ. ആൻഡ് ഇൻഫാക്ട് ഇനി ആ ലോസസ് കൂടാൻ പോകുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞ സാധനത്തിൽ ഇത്രയും ലോസസ് ഉണ്ടാക്കുന്നത്? കാരണം നമുക്കറിയാം ഹിസ്റ്റോറിക്കലി നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇനി ഇവൻ മ്യൂച്വൽ ഫണ്ട് നോക്കുകയാണെങ്കിൽ നല്ല റിട്ടേൺസ് ആണ് ലോങ് ടേമിൽ തന്നിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഷോർട്ട് ടേം ട്രേഡിങ്ങിലൂടെ മ്യൂച്വൽ ഫണ്ടിനെ ബീറ്റ് ചെയ്യാൻ നോക്കുന്നത്, നിഫ്റ്റിനെയും സ്റ്റോക്ക് മാർക്കറ്റിനെ ബീറ്റ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാർ ലോസ് ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇതിന് മേജർ ആയിട്ട് 3 റീസൺസ് ആണുള്ളത്. ആ 3 റീസൺസ് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം. അതായത് നിങ്ങൾക്ക് 100 രൂപ ഉണ്ടാക്കണമെങ്കിൽ വേറെ ആർക്കെങ്കിലും 100 രൂപ നഷ്ടമുണ്ടാക്കണം. അതായത് ട്രേഡിങ്ങിൽ നിന്ന് ആക്ച്വലി ആർക്കും എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് റിയാലിറ്റി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര പൈസ ട്രേഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഈ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരിലെ ആവറേജ് ആളെക്കാളും നല്ലോണം സ്കിൽസ് ഉള്ള ആൾ, നല്ലോണം കഴിവുള്ള ആളായാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി ഞാൻ സീറോ സം ഗെയിമാന്ന് പറഞ്ഞപ്പോൾ ആക്ച്വലി ഞാൻ ഒരു എറർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്ച്വലി സീറോ സം ഗെയിം പോലെയല്ല, പലപ്പോഴും ഇത് നെഗറ്റീവ് സം ഗെയിമാണ്. കാരണം നമ്മൾ ബ്രോക്കറേജും ടാക്സസും കാര്യങ്ങളെല്ലാം കൂടെ ഇതിൽ ചേർക്കുകയാണെങ്കിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു നെഗറ്റീവ് സം ഗെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ 100 രൂപ ഉണ്ടാക്കിയ ആൾക്കും ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ടാവും, 100 രൂപ നഷ്ടപ്പെട്ട ആൾക്കും ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ടാവും. അത് ഗവൺമെന്റും ആ ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോം നടത്തുന്ന ആൾക്കാരെയും കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ അഥവാ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ടേമിൽ ഒരു നെഗറ്റീവ് സം ഗെയിമാണ്. ഇനി ഓബ്വിയസ്ലി നിങ്ങൾ ലോങ് ടേമിലേക്കാണ് ട്രേഡ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ സ്വിംഗ് ട്രേഡോ അല്ലെ പൊസിഷൻ ട്രേഡോ എന്ന രീതിയിലേക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയൊരു പോസിറ്റീവ് സം ഗെയിം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ആ സ്റ്റോക്ക് ഉണ്ടാക്കുന്ന വെൽത്ത് മാത്രമല്ല അതിന്റെ ഡിവിഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മേ ബി ഒരു ചെറിയൊരു പോസിറ്റീവ് സം ഗെയിം ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോങ് ടേമിലേക്ക് ഒരു പോസിറ്റീവ് സം ഗെയിമിന് ഒരു ചാൻസ് അവിടെ കിടപ്പുണ്ട്. അത് നിങ്ങൾ വളരെ ലോങ് ടേം സ്ട്രാറ്റജീസ് ഒക്കെ ട്രേഡിംഗിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ട്രേഡിംഗിന്റെ ടൈപ്സ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല, തീർച്ചയായും ഈ ഒരു വീഡിയോ ആണ് വളരെ ക്ലിയർ ആയിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ എവരിവൺ, അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിന്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ സെബിയുടെ റിപ്പോർട്ടിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 2024 എന്ന് പറഞ്ഞ ഇയറിൽ ഓരോ ആൾക്കും ഓൺ ആൻ ആവറേജ് ഉണ്ടായ ട്രാൻസാക്ഷൻ കോസ്റ്റ് മാത്രം 26,000 രൂപയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെഗറ്റീവ് സം ഗെയിമാണ് ഷോർട്ട് ടേമിൽ. രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ ആർക്കെതിരെയാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കൊണ്ടുപോയ കുറേ പേര് ബിഗിനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വലിയ വലിയ ജയൻസും ഉണ്ട്. ഇന്ത്യയിലല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ആയ ജെയിൻ സ്ട്രീറ്റും സിറ്റഡലും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ്. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നിങ്ങൾ ഇവർക്കെതിരെയും കൂടിയാണ് കളിക്കുന്നത്. ആൻഡ് ഇവർ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആൽഗോറിതംസും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇവർ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സെബി റീസെന്റ് ജെയിൻ സ്ട്രീറ്റിനെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ആക്ഷൻ എടുത്ത സമയത്തായിരുന്നു ജെയിൻ സ്ട്രീറ്റ് ഇന്ത്യയിൽ നിന്ന് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ള കാര്യം പല ആൾക്കാരും അറിഞ്ഞത്. 36,000 കോടി രൂപയാണ് അവരുണ്ടാക്കിയ പ്രോഫിറ്റ്. ഈ 36,000 കോടി രൂപ ആരുടെ നിന്നായിരിക്കും എടുത്തിട്ടുണ്ടാവുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ട്രേഡിംഗ് ഒരു സീറോ സം ഗെയിം ആണെങ്കിൽ ഇവർ 36,000 കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതേ 36,000 രൂപ കോടി ആരൊക്കെയോ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ മോസ്റ്റ് ആൾക്കാർ നമ്മളെ പോലത്തെ സാധാരണ ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് ആയിരിക്കും. ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇവർക്ക് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഇവരുടെ തലയിൽ എന്തോ കൊമ്പുണ്ടോ? ആക്ച്വലി കൊമ്പുണ്ടെന്നുള്ള സത്യം. കാരണം ഇവർ ഹയർ ചെയ്യുന്നത് ഇന്ത്യയിലെയും വേൾഡിലെയും ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള മൈൻഡ്സ് ആണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. IIT മദ്രാസിൽ നിന്ന് 4.3 കോടി പാക്കേജിന്
ഒരു കുട്ടീനെ ജെയിൻ സ്ട്രീറ്റ് ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും പാക്കേജ് കൊടുത്തിട്ട് ഒരു ഫ്രഷറിനെ ഹയർ ചെയ്ത് അവർ കമ്പനിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഒരു ബ്രില്യൻസ് എത്രത്തോളം നിങ്ങൾ ഊഹിച്ചു നോക്ക്. അങ്ങനെ ഒരു വലിയ ടീം ഉണ്ടാക്കുന്ന സ്ട്രാറ്റജീസിന്റെ ആൽഗോരിതത്തിന്റെ എഗെയിൻസ്റ്റ് ആണ് നമ്മൾ കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു യുദ്ധത്തിന് ഇതുപോലത്തെ ഒരു കത്തിയായിട്ട് പോകുന്ന പോലെയാണ്. നമ്മൾ തോറ്റില്ലേ അത്ഭുതമുള്ളൂ. മൂന്നാമത്തെ കാര്യമാണ് ട്രേഡിംഗ് കോഴ്സുകളുടെ ട്രാപ്പ്. അപ്പം നിങ്ങൾ കുറേ ട്രേഡിംഗ് കോഴ്സ് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. അവരുടേതായ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ഒരു ദിവസം ഇത്രയും കോടി ഉണ്ടാക്കി, ഇത്ര ലക്ഷം ഉണ്ടാക്കി, അവരുടെ ക്ലയൻസ് ഉണ്ടാക്കി. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പല ഇതുപോലത്തെ സ്ക്രീൻഷോട്ട്സും പല സ്ക്രീൻ റെക്കോർഡിംഗ് വരെ ഫേക്ക് ആണ്. ഇത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആക്ച്വലി ഈ ഗ്രോയിൻ്റെയും സിറോദയുടെ ഒക്കെ സ്ക്രീൻഷോട്ട്സും വളരെ ഒത്തന്റിക് ആയി തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് 5,000-10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാരും ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കി തരും. അത് തന്നെയാണ് പല ഇൻഫ്ലുവൻസേഴ്സും ഇങ്ങനത്തെ കോഴ്സ് നടത്തുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്സ് മാത്രം നോക്കിക്കൊണ്ട് ഒരു കാര്യമില്ല. അത് ഈവൻ സിറോദയുടെ ഒക്കെ വെരിഫൈഡ് PNL വരെ ഇതുപോലെ ഫേക്ക് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന പല ആൾക്കാരുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ ഒരിക്കലും ട്രേഡിംഗ് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട എന്നൊന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ പ്രോമിസ് ചെയ്യുന്ന ഭയങ്കര ഹൈ പ്രോഫിറ്റ്സ് അത് ബ്ലൈൻഡ്ലി ബിലീവ് ചെയ്ത് നിങ്ങൾക്കും ആദ്യം മുതൽ തന്നെ വളരെ ഈസി ആയിട്ട് അതുപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. പക്ഷേ മേ ബി അതേസമയം നല്ലൊരു ജെന്യൂൻ ആയിട്ടുള്ള ട്രേഡിംഗ് കോഴ്സാണ്, അവർ ആക്ച്വലി ട്രേഡിംഗ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രേഡിംഗ് ഒക്കെ പഠിക്കാം. അത് മെല്ലെ മെല്ലെ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങാം. ആൻഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങൾ അതിലൊരു എക്സ്പേർട്ട് ആവുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതൊരു ലോങ് ജേർണി ആയിരിക്കും. അതൊരിക്കലും ഒരു ട്രേഡിംഗ് കോഴ്സിലെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നാളെ മുതൽ ട്രേഡിംഗ് ചെയ്ത് പൈസ ഉണ്ടാക്കാമെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ ഈ ട്രേഡിംഗ് കോഴ്സിന്റെ ബദലായിട്ട് ഓഫർ ചെയ്യപ്പെടുന്ന മറ്റൊരു സാധനമാണ് ആൽഗോ ട്രേഡിംഗ്. ഇപ്പോൾ ആൽഗോ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത്രയേ ഉള്ളൂ. ഒരു ആൽഗോരിതം ഉണ്ടാവും. ആ ആൽഗോരിതം പ്രകാരം കുറേ റൂൾസ് ഉണ്ടാവും. അപ്പോൾ ഇന്ന റൂൾസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രേഡ് എൻട്രിയും ആൻഡ് ഇന്ന റൂൾസ് സാറ്റിസ്ഫൈ ചെയ്ത് എക്സിറ്റ് ചെയ്യും, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യും. അപ്പോൾ അതൊരു ആൽഗോരിതം ആയിരിക്കും ഫിക്സ് ചെയ്യുക. അപ്പോൾ ഒബ്വിയസ്ലി അവിടെ ഹ്യൂമൻ ഇന്റർവെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട, ഒരു ആൽഗോരിതം ആയിരിക്കും സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പല പല ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മൊത്തം സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ തപ്പി പോകുമ്പോൾ അതും നിങ്ങൾക്ക് ഭയങ്കര രസകരമായി തോന്നും. കാരണം അവർ അവരുടേതായ കുറേ ബാക്ക് ടെസ്റ്റുകൾ കാണിക്കും. അപ്പോൾ ഈ ഒരു ആൽഗോരിതം നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ബാക്കൗട്ട് പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എത്ര റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നുള്ളതൊക്കെ ഒരു ബാക്ക് ടെസ്റ്റിലൂടെ കാണിക്കും. പക്ഷേ പലപ്പോഴും സംഭവിക്കുക വെച്ചാൽ ഈ ബാക്ക് ടെസ്റ്റുകൾ ഫേക്ക് ആയിരിക്കും. അത് വളരെ ഒബ്വിയസ് ആയിട്ട് ഫേക്ക് ചെയ്യുന്നവരുണ്ട്. 50%, 60% CAGR റിട്ടേൺസ് ഒക്കെ ഉണ്ടാക്കി കാണിക്കുന്ന ബാക്ക് ടെസ്റ്റുകളുണ്ട്. മാത്രമല്ല ഇത് അറിയാണ്ട് വേണേൽ ഫേക്ക് ചെയ്യാൻ പറ്റും. എന്താണ് ഈ അറിയാണ്ട് ഫേക്ക് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഒറ്റയടിക്ക് നോക്കുമ്പോൾ അവിടെ ഫേക്കും ഫോർജറി ഒന്നും നടന്നിട്ടില്ലെങ്കിലും ബാക്ക് ടെസ്റ്റിന് കുറേ ഇൻഹറന്റ്ലി പ്രശ്നങ്ങളുണ്ട്. അതിൽ 4 പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങളൊരു ബാക്ക് ടെസ്റ്റിന്റെ പുറകെ പോകാൻ പാടുള്ളൂ. അതിൽ ഫസ്റ്റ് പ്രശ്നമാണ് സർവൈവർഷിപ്പ് ബയസ്. അതായത് ബേസിക്കലി പല ബാക്ക് ടെസ്റ്റുകൾ നടക്കുക ഇപ്പോഴത്തെ നിഫ്റ്റി 500 സ്റ്റോക്ക് ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ നിഫ്റ്റി 500 അന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര റിട്ടേൺസും കിട്ടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ നോക്കുക, അവർ ട്രേഡിംഗ്. അപ്പോൾ ഇപ്പോഴത്തെ നിഫ്റ്റി 500 മുകളിൽ അവരുടെ ആൽഗോരിതം നടന്നു കഴിഞ്ഞാൽ എത്ര റിട്ടേൺസ് ഉണ്ടാക്കാമെന്നൊക്കെ ആയിരിക്കും ബാക്ക് ടെസ്റ്റിൽ കാണിക്കുക. പക്ഷേ 10 വർഷം മുൻപ് മുതലാണ് ഈ ബാക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അന്നത്തെ നിഫ്റ്റി 500 ആണ് അവർ കൺസിഡർ ചെയ്തത്. അന്ന് മുതലുള്ള പല ഡീലിസ്റ്റഡ് സ്റ്റോക്സ് ഉണ്ടാവും, അതൊക്കെ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ട് അവരുടെ സാമ്പിളിൽ. ഇത് കൺസിഡർ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സർവൈവർഷിപ്പ് ബയസ് ഉണ്ടെന്ന് പറയും. സർവൈവ് ചെയ്ത ആൾക്കാർ മാത്രമേ ഇവർ ഉപയോഗിക്കുന്നുള്ള കാര്യമാണ്. മിക്ക ബാക്ക് ടെസ്റ്റുകളിലും ഈ സർവൈവർഷിപ്പ് ബയസ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബാക്ക് ടെസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചോദിക്കേണ്ട ചോദ്യം ഇത് സർവൈവർഷിപ്പ് ബയസ് അഡ്ജസ്റ്റഡ് ആണോ എന്നുള്ള കാര്യമാണ്. അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ ഒബ്വിയസ്ലി കൂടുതൽ റിട്ടേൺസ് ഉണ്ടാവും. നിങ്ങൾ ആ ബാക്ക് ടെസ്റ്റ് ആക്ച്വലി ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും റിട്ടേൺസ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യമാണ് ഓവർ ഫിറ്റിംഗ്. ബേസിക്കലി ഒരു സിമ്പിൾ സ്ട്രാറ്റജി ഉണ്ടാക്കാം. 50 DMA 200 DMA ഇത് ഒന്നും അറിയില്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാം. അപ്പോൾ 50 DMA 200 DMA ക്രോസ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു സ്റ്റോക്കിൽ എൻട്രി ചെയ്യും. അത് നേരെ ഓപ്പോസിറ്റ് ആവുന്ന സമയത്ത് ഞാൻ എക്സിറ്റ് ചെയ്യും. ഇതൊരു സിമ്പിൾ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതെനിക്ക് ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാം. ഇതിന് എത്ര റിട്ടേൺസ് ഉണ്ടാകുന്നുള്ള കാര്യം എനിക്ക് കാണിക്കാം. ഇനി വേണം എനിക്ക് ഇതിൻ്റെ മുകളിൽ ഇമ്പ്രൂവ് ചെയ്യാം. കാരണം ഇത് വളരെ ബേസിക് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ പല പല മെട്രിക്സ് ഉപയോഗിച്ചു. അങ്ങനെ ഒരു 30 മെട്രിക്സ് ഞാനിങ്ങനെ ട്വീക്ക് ചെയ്ത് ഏറ്റവും മാക്സിമം റിട്ടേൺസ് കിട്ടുന്ന രീതിയിൽ ഞാൻ ആക്കി വിചാരിക്കാം. ഈ പരിപാടിയാണ് നമ്മൾ ഓവർ ഫിറ്റിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ ഓവർ ഫിറ്റ് ചെയ്യുമ്പോഴതിന് കുഴപ്പമെന്ന് വെച്ചാൽ ബാക്ക് ടെസ്റ്റിൽ ഭയങ്കര റിട്ടേൺസ് ആയിരിക്കും കാണിക്കുക. പക്ഷേ നിങ്ങൾ അത് ഫ്രണ്ട് ടെസ്റ്റ് ചെയ്തോ, അതായത് ആക്ച്വലി നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയാൽ അത് അത്ര റിട്ടേൺസ് കാണിക്കില്ല. കാരണം നിങ്ങൾ ഫൈൻ ട്യൂൺ ചെയ്ത് നിങ്ങൾ ഓവർ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് ബാക്ക് ടെസ്റ്റ് നന്നായി കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫ്രണ്ട് ടെസ്റ്റിൽ അത് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബാക്ക് ടെസ്റ്റ് നോക്കുമ്പോൾ അത് കുറേ മെട്രിക്സ് ഉപയോഗിച്ച് ഓവർ ഫിറ്റ് ചെയ്താണോ എന്നുള്ള കാര്യം തീർച്ചയായും നോക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യമാണ് ഓവർ ക്രൗഡിങ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രേഡിംഗ് കോഴ്സിൻ്റെയും അതുപോലെ ആഗ്രോ ട്രേഡിങ്ങിൻ്റെ ഒക്കെ ഒരു ഫോൾട്ടാണ്. അത് ഇമാജിൻ ചെയ്യുക, എനിക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ വർഷം 30% റിട്ടേൺ ഉണ്ടാക്കാൻ വിചാരിക്കുക, വിച്ച് ഇസ് വെരി ഗ്രേറ്റ്. പക്ഷേ ഞാനൊരു നല്ല മനുഷ്യനായതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തു. അത് നിങ്ങളൊരു 100 പേര് നിങ്ങളും ആ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ഓരോ ആൾക്കാരും ഒരു 2-3 ആൾക്കാർക്ക് വീതം പറഞ്ഞ് അങ്ങനെ ഒരു നാളെ ഒരു 500 പേര് ഈ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി വിചാരിക്കാം. അപ്പോഴും ഈ സ്ട്രാറ്റജിക്ക് 30% ഉണ്ടാക്കാൻ പറ്റുമോ? ആൻസർ ഇസ് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് ഒരേ സ്ട്രാറ്റജി പല ആൾക്കാരും അതേപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ സ്ട്രാറ്റജിയുടെ എഡ്ജ് ഡിസപ്പിയർ ആവും. ആ 30% മെല്ലെ 25 ആവും, 20 ആവും. എത്രത്തോളം പേര് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു അത്രത്തോളം അതിന്റെ എഡ്ജ് കുറഞ്ഞുകൊണ്ടാണ് വരിക. അതുകൊണ്ട് തന്നെയാണ് ട്രേഡിംഗ് കോഴ്സിലും അതുപോലെ ആൽഗോ ട്രേഡിങ്ങിലൊക്കെ വലിയ കുഴപ്പം. കാരണം ആ ആൽഗോ ട്രേഡിംഗും ആ ട്രേഡിംഗ് കോഴ്സിലെ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന പല ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരു സെയിം സ്ട്രാറ്റജിയാണ് പലരും ഉപയോഗിക്കുന്നതെങ്കിൽ ബാക്ക് ടെസ്റ്റിൽ ഒബ്വിയസ്ലി ഭയങ്കര റിസൾട്ട് ഉണ്ടാവും. പക്ഷേ ഫ്രണ്ട് ടെസ്റ്റിൽ ഇത്രയും പേര് ഉപയോഗിക്കുന്നുണ്ട്, ഓവർ ക്രൗഡിംഗ് ഉള്ളതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് ഡിമിനിഷ് ചെയ്യും. ലാസ്റ്റ് കാര്യം ട്രാൻസാക്ഷൻ കോസ്റ്റും
ഫീസും. പല ബാക്ക് ടെസ്റ്റിലും ഈ ട്രാൻസാക്ഷൻ കോസ്റ്റ്, അതായത് ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വരുന്ന ട്രാൻസാക്ഷൻ കോസ്റ്റ് പലതുണ്ട്. അതൊന്നും അവർ കൺസിഡർ ചെയ്യണമെന്നില്ല. മാത്രമല്ല ആ ഒരു ആൽഗോ ട്രേഡിന് വേണ്ടിയിട്ട് അവർ ചാർജ് ചെയ്യുന്ന ഫീസും അവർ ചിലപ്പോൾ കൺസിഡർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ നോക്കണം. കാരണം പല സ്ട്രാറ്റജീസും ഓൺ പേപ്പർ ബാക്ക് ടെസ്റ്റിൽ ഈ കോസ്റ്റ് കൺസിഡർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹൈ റിട്ടേൺസ് ആയിരിക്കും. പക്ഷേ വൺസ് നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കിയാൽ ഒരു ഇൻഡെക്സ് ഫണ്ടിന് അത്രയും പോലും റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് പലരും ട്രേഡിംഗിൽ നിന്ന് ലോസ് ഉണ്ടാക്കാനുള്ള എൻ്റെ റീസൺസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ട്രേഡിംഗ് ഇസ് നോട്ട് ആൻ ഈസി ഗെയിം. ഇനി ഇതുകൂടാതെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് ബേസിക്കലി നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കുകയാണ് 10-9 ആൾക്കാരുടെ ലോസ് ഉണ്ടാക്കുന്നുള്ളൂ, ആ ഒരാൾ ഞാനായാൽ പോലെ. അങ്ങനെ നിങ്ങൾ വിചാരിച്ച് ട്രേഡ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇറങ്ങും. അപ്പോൾ നിങ്ങൾ മനസ്സിലാവും ഒറ്റയടിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഗതിയല്ല. കുറേ കാര്യങ്ങൾ പഠിക്കണം, അത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അതിൻ്റെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങൾ പോയി പഠിക്കണം. അപ്പോൾ ഇറ്റ് ഈസ് എ ലോങ് ജേർണി എന്ന് മാത്രമല്ല, നിങ്ങളുടെ നല്ലൊരു സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ബുക്ക് വായിക്കാനും കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ പല സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾക്ക് കുറേ സമയം പോകും. ഇതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വിളിക്കുക. കാരണം അതേ സമയം നിങ്ങൾ മറ്റേതെങ്കിലും സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ ഏർണിംഗ് പൊട്ടൻഷ്യൽ കൂട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ ഈ ട്രേഡിംഗ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനെക്കാളും എത്രയോ മടങ്ങ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം വഴി ഉണ്ടാക്കാൻ പറ്റും. ആ ഇൻകം നിങ്ങൾ റെഗുലർ ആയിട്ട് മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ട്രേഡിംഗ് പഠിച്ച് വരുന്ന ഒരാളെക്കാളും നിങ്ങൾക്ക് ആക്ച്വൽ വെൽത്ത് ഉണ്ടാക്കാൻ നല്ല സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഓൾറെഡി സ്ട്രോങ് ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിലും അതുവഴി നിങ്ങളുടെ ഏർണിംഗ് പൊട്ടൻഷ്യൽ കൂട്ടുന്നതാണോ നിങ്ങൾക്ക് ലോങ് ടേമിൽ നല്ലത്, അല്ലെങ്കിൽ ഈ സീറോ സം ഗെയിമായ ട്രേഡിംഗിന്റെ പുറകെ പോകുന്നതാണോ? രണ്ടാമത്തെ ഒരു വശമാണ് ഇതിലെ സൈക്കോളജിക്കൽ കോസ്റ്റ് അഥവാ ആൻസൈറ്റി. അതായത് നിങ്ങൾ ഈ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാനുവലി ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു സൈക്കോളജിക്കൽ എലമെന്റും കൂടി വരുന്നുണ്ട്. അത് 2 രീതിയിലായിരിക്കും വരിക. കാരണം നിങ്ങൾ ഏത് ട്രേഡിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാലും അതൊരിക്കലും 100% വിൻ സ്ട്രാറ്റജി ആയിരിക്കില്ല. പല ട്രേഡിംഗ് സ്ട്രാറ്റജീസും സക്സസ്ഫുൾ ആയതുവരെ 30% അല്ലെങ്കിൽ 40% ട്രേഡ്സിൽ അവർ വിൻ ചെയ്യാറുണ്ടാവുള്ളൂ. പക്ഷേ വിൻ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും വിൻ ചെയ്യുക. അപ്പോൾ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി നിങ്ങളുടെ ട്രേഡ്സും ലൂസിംഗ് ട്രേഡ്സ് ആയിരിക്കും, അഥവാ ലോസ് ഉണ്ടാകുന്ന ട്രേഡ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ലോസ് ഉണ്ടാകുന്ന ട്രേഡ്സ് ഇങ്ങനെ വീണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനുള്ളൊരു സൈക്കോളജിക്കൽ കപ്പാസിറ്റി ഉണ്ടോ. രണ്ടാമത്തെ കാര്യം, പല ട്രേഡിംഗ് സ്ട്രാറ്റജീസും പ്രത്യേക ടൈപ്പ് ഓഫ് മാർക്കറ്റിലേ വർക്ക് ചെയ്യുള്ളൂ. ചില സ്ട്രാറ്റജീസ് ട്രെൻഡിങ് മാർക്കറ്റിലേ വർക്ക് ചെയ്യുള്ളൂ, ചിലത് സൈഡ് വേസ് മാർക്കറ്റിലായിരിക്കും, ചില ബെയർ മാർക്കറ്റിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് നിങ്ങളുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്ന ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾ മേ ബി കുറേ നാൾ ലോസ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ ആ ലോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ സൈക്കോളജിക്കൽ പ്രശ്നം വരാം. നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജിയുടെ പുറകെ പോകണോ, ഇത് ആക്ച്വലി തെറ്റാണോ, രാത്രി ഉറക്കം കിട്ടാത്ത പല അവസ്ഥ വരെ പല ട്രേഡേഴ്സിനും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആ സ്ട്രാറ്റജി വർക്ക് ചെയ്യാത്ത സമയത്ത്, കാരണം നിങ്ങളുടെ സിഗ്നിഫിക്കൻ്റ് ഒരു ക്യാപിറ്റൽ ഇട്ടിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ PNL എപ്പോഴും റെഡ് കണ്ടുകൊണ്ടിരിക്കാൻ, അത് 1, 2, 3 മാസം കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അത് പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയം നിങ്ങൾ കാര്യമായിട്ട് നിങ്ങളുടെ ക്യാപിറ്റൽ ഇട്ടില്ലെങ്കിൽ മേ ബി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ക്യാപിറ്റൽ കാര്യമായിട്ട് ഇട്ടാതെയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് ഗുണമാണ് അതുകൊണ്ടുള്ളത്? ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് 1 കോടി രൂപ ഉണ്ടെങ്കിൽ പക്ഷേ ഞാൻ 1 ലക്ഷം രൂപ ഇട്ടിട്ടാണ് കുറേ കഷ്ടപ്പെട്ട് പഠിച്ച് ട്രേഡിംഗ് ചെയ്യുന്നത്. ആ 1 ലക്ഷം രൂപ ഞാൻ 5 ലക്ഷം ആക്കി വിചാരിക്കുക. എൻ്റെ മൊത്തം ലൈഫ് സ്റ്റൈലിൽ ആ ഒരു പ്രോഫിറ്റിന് കാര്യമായിട്ട് മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ? ഒബ്വിയസ്ലി ഇല്ല. ഞാൻ ആ 4 ലക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്ത സമയം മേ ബി എൻ്റെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ ഏർണിംഗ് പൊട്ടൻഷ്യൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എൻ്റെ വെൽത്ത് കൂട്ടാൻ പറ്റില്ലേ? ഒബ്വിയസ്ലി കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ രണ്ടാമത്തെ പ്രശ്നം. ഈ രണ്ടാമത്തെ പ്രശ്നം നിങ്ങൾ സീരിയസ്ലി കൺസിഡർ ചെയ്യണം. ഇനി ഇത്രയും കേട്ടിട്ടും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഒബ്വിയസ്ലി അത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ട്രേഡിംഗ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 3 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ 3 to 5 ഇയേഴ്സെങ്കിലും മാർക്കറ്റ് പഠിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ബേസിക്സ് എങ്കിലും നിങ്ങൾ 3 വർഷമെങ്കിലും ഫെമിലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഇറങ്ങുന്നത് വലിയൊരു മണ്ടത്തരാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഈവൻ നിങ്ങളൊരു ട്രേഡിംഗ് കോഴ്സൊക്കെ പഠിച്ച സ്ട്രാറ്റജി നിങ്ങൾ ആക്ച്വലി മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പേപ്പർ ട്രേഡിംഗ് സർവീസിൻ്റെ സഹായത്തോടെ എടുത്തിട്ട് പേപ്പർ ട്രേഡ് ചെയ്തിട്ട് ആ സ്ട്രാറ്റജിയൊക്കെ വർക്ക് ചെയ്യുന്ന കാര്യം നോക്കുക. ഇതിന് മേ ബി ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ നിങ്ങൾ അത് വർക്ക് ചെയ്യുന്ന കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആക്ച്വലി അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങാം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ട്രേഡിംഗ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര വലിയ ക്യാപിറ്റൽ ഇട്ട് തുടങ്ങരുത്. നിങ്ങൾക്ക് ഒരു രസത്തിന് ട്രേഡിംഗ് ചെയ്യണം എന്ന് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ ഫുള്ള് നഷ്ടപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കാര്യമായിട്ട് എഫക്റ്റ് ഉണ്ടാക്കാത്ത രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഒബ്വിയസ്ലി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ മൊത്തത്തിൽ ലൈഫ് നിങ്ങളുടെ എഫക്റ്റ് ആവില്ല. പക്ഷേ അതിൻ്റെ ഒരു ഫോൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ പൈസ ഉണ്ടാക്കിയാലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കാര്യമായിട്ട് മാറാൻ പോകുന്നുണ്ടാവില്ല. പക്ഷേ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന രീതിയിൽ അതൊരു ലോ റിസ്ക് ഓപ്ഷൻ ആയിരിക്കും. മൂന്നാമത്തെ കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പല ആക്ച്വലി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ട്രേഡേഴ്സും അവർ ഫുൾ ടൈം ട്രേഡേഴ്സാണ്. അവരൊരു ബിസിനസ് പോലെയാണ് കൺസിഡർ ചെയ്യുക. മാത്രമല്ല അവരുടെ ഇൻകമും ലോസും ഒക്കെ അവർ ഇൻകം ടാക്സിന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പോയിട്ട് 20 മിനിറ്റ് 30 മിനിറ്റ് രാവിലെ കുറച്ച് ചാർട്ടൊക്കെ നോക്കിയിട്ട് ട്രേഡ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അതൊരു മണ്ടത്തരല്ലേ? അപ്പോൾ തീർച്ചയായും നിങ്ങൾ നല്ലൊരു പ്രൊഫഷണൽ ട്രേഡർ ആവണമെങ്കിൽ നിങ്ങൾ അതൊരു ഫുൾ ടൈം ബിസിനസ് ആയിട്ട് കൺസിഡർ ചെയ്താലേ അത് പോസിബിൾ ആവുന്നുള്ളൊരു സത്യം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത്രയും കാര്യങ്ങളെങ്കിലും ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാത്രമല്ല ബേസിക്സ് ഓഫ് ട്രേഡിംഗ് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. അത് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ആ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ കണ്ടിരിക്കണം ട്രേഡിംഗ് ചെയ്യുന്നതിന് മുമ്പ്. ഇനി നിങ്ങൾ
ആലോചിക്കുന്നുണ്ടോ ഇതുവരെ പറഞ്ഞ കുറേ നെഗറ്റീവ് കാര്യങ്ങളല്ലേ, അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ട്രേഡിംഗ് ചെയ്താൽ വലിയ കാര്യമില്ല, അപ്പോൾ ബേസിക്കലി നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണോ? ഒബ്വിയസ്ലി അല്ല, നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. അതിന് കാരണം എന്ന് വെച്ചാൽ ട്രേഡിംഗ് വളരെ ഷോർട്ട് ടേമിൽ നടക്കുമ്പോൾ അതൊരു സീറോ സം ഗെയിമാണ്. പക്ഷേ ലോങ് ടേമിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ പോസിറ്റീവ് സം ഗെയിം. അത് ആക്ച്വൽ വാല്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ലോജിക്ക് വളരെ സിമ്പിൾ ആണ്. കാരണം ഒരു എക്സാമ്പിൾ എടുക്കാം, ഡിമാർട്ട് കുറേ സ്റ്റോറുകൾ നടത്തുന്നുണ്ട്. ആ സ്റ്റോറുകളിൽ അവരെന്താ ചെയ്യുന്നത്, ആൾക്കാർക്ക് ശരിക്കും ആവശ്യമുള്ള പ്രൊഡക്ട്സ് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി അവർ ഇന്ത്യൻ എക്കണോമിക്ക് ഒരു വാല്യൂ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഒരു വാല്യൂ അഡീഷൻ നടക്കുന്നുണ്ട്. ആ വാല്യൂ അഡീഷനിൽ നിങ്ങൾ ലോങ് ടേമിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് സം ഗെയിം ആയി വരും. അതായത് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വേറെ ആരും ലോസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു കാര്യം നടത്തണമെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് പല രീതിയിൽ ചെയ്യാൻ പറ്റും. വാല്യൂ ഇൻവെസ്റ്റിംഗ് ഉണ്ട്, ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് ഉണ്ട്, മൊമെന്റം ഇൻവെസ്റ്റിംഗ് ഉണ്ട്, പല രീതിയിലും ചെയ്യാൻ പറ്റും. പക്ഷേ ബേസിക് ലോജിക് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ലോങ് ടേം. ഇവൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് സക്സസ്ഫുൾ ട്രേഡേഴ്സ് ആയി തുടങ്ങിയ ആൾ മിസ്റ്റർ രാകേഷ് ജുൻജുൻവാല, അദ്ദേഹം ഇപ്പോൾ ഇല്ല. അപ്പോൾ അദ്ദേഹം വരെ പറഞ്ഞത് ഞാൻ എൻ്റെ ഇനീഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ട്രേഡ് ചെയ്തത്. പിന്നീട് അദ്ദേഹം ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും സക്സസ്ഫുൾ ആയുള്ള ഒരാൾ വരെ അയാൾ ജീവിതകാലം മൊത്തം പൈസ ഉണ്ടാക്കാൻ വേണ്ടി ട്രേഡിംഗ് അല്ല ചെയ്തത്, റദർ ഇൻവെസ്റ്റിംഗ് ആണ് ചെയ്തത്. അതിൻ്റെ വേറെ ലിമിറ്റേഷൻ വെച്ചാൽ ട്രേഡിംഗ് ചില ക്യാപിറ്റലിൽ വരെ വർക്ക് ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എത്ര വലിയ സ്ട്രാറ്റജി ഉണ്ടെങ്കിലും മേ ബി ഒരു 5 ലക്ഷം വരെ ക്യാപിറ്റൽ വർക്ക് ചെയ്യായിരിക്കും. പക്ഷേ 30 ലക്ഷം 50 ലക്ഷം 1 കോടി ക്യാപിറ്റലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ ആ സ്ട്രാറ്റജി വർക്ക് ചെയ്യാതെ വരും. അപ്പോൾ അങ്ങനെ പല ടെക്നിക്കൽ ലിമിറ്റേഷൻസും ഉണ്ട് ഈ ഒരു കാര്യത്തിൽ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്ക് ലോങ് ടേം ഇൻവെസ്റ്റിംഗ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിലോ അതിന് പല രീതിയുണ്ട്. ഒന്നെങ്കിൽ ഡയറക്റ്റ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ലോങ് ടേമിൽ നല്ല ക്വാളിറ്റി സ്റ്റോക്സ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങി ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അപ്പോൾ ആ സ്റ്റോക്ക് ആക്ച്വലി ഗ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനോടൊപ്പം ഗ്രോ ചെയ്യാം, നിങ്ങളുടെ നെറ്റ്വർത്ത് കൂട്ടാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഹൈ ക്വാളിറ്റി ഹൈ ഗ്രോത്ത് സ്റ്റോക്സ് ഒക്കെ ഐഡന്റിഫൈ ആണെന്ന് അറിയണമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റോക്സിൽ ഇൻവെസ്റ്റിംഗും ചെയ്യുന്നതും ട്രേഡിംഗ് പോലെ തന്നെയാണ്. ഇൻ ദ സെൻസ് നിങ്ങൾ കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. മാത്രമല്ല നിങ്ങൾ ഓരോ സ്റ്റോക്സിനെ പറ്റി റിസർച്ച് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യണം. അതിനൊന്നും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ, മാത്രമല്ല അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് സമയം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സ് വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം മ്യൂച്വൽ ഫണ്ട്സ് ബേസിക്കലി ഈ സ്റ്റോക്കിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ അവിടെ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ആ ഫണ്ട് മാനേജർ ഒരു എക്സ്പേർട്ട് ആയിരിക്കും. അയാൾക്ക് അറിയാം ഏത് സ്റ്റോക്സ് ആണ് വർക്ക് ചെയ്യുന്ന കാര്യം. അങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ലോങ് ടേമിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ലോങ് ടേമിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ടെൻഷൻ ഫ്രീ ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഈ മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്നും അത് എങ്ങനെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഏതൊക്കെ തരം മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് അതൊക്കെ എങ്ങനെ പിക്ക് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യണേ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി മനസ്സിലാക്കേണ്ടത് ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ട്രേഡിംഗ് കോഴ്സ് പോലെ തന്നെ നമ്മൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പൈസ ഇരട്ടിപ്പിക്കാനും അല്ലെങ്കിൽ ഇത്ര റിട്ടേൺസ് ഉണ്ടാക്കാനും ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇന്ത്യ ആസ് എ കൺട്രി ഗ്രോ ചെയ്യും, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോ ചെയ്യും, ഇന്ത്യയിലെ സ്റ്റോക്സും കമ്പനീസും ഗ്രോ ചെയ്യും, അതുവഴി മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് തന്നെ ഓൾറെഡി വിശ്വാസം ഉണ്ടെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്നും അതിൽ തന്നെ നല്ലത് എങ്ങനെ പിക്ക് ചെയ്യാമെന്ന് മാത്രമേ നമ്മൾ ആ കോഴ്സിൽ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇത്ര റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റില്ല, ഇത്ര പൈസ ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾ ഒരിക്കലും എന്നോട് ചോദിക്കരുത്. കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് എങ്ങനെ മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നുള്ള കാര്യം, എങ്ങനെ നിങ്ങളുടെ അസറ്റ് അലൊക്കേഷൻ ചെയ്യണമെന്നും അതുവഴി നിങ്ങളുടെ ലൈഫിലെ ഫിനാൻഷ്യൽ ഗോൾസും കാര്യങ്ങളൊക്കെ എങ്ങനെ നേടിയെടുക്കാമെന്നുള്ള കാര്യം മാത്രമേ നമ്മളോട് പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അത് പഠിക്കാൻ താല്പര്യമുണ്ട് തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവസാന കൺക്ലൂഷനിൽ പറയാത്തേ ഉള്ളൂ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കണ്ടതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഇറങ്ങരുത്. ട്രേഡ് ചെയ്യാൻ ഇറങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ 99% ട്രേഡേഴ്സിനെക്കാളും ബെറ്റർ ആവാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. മാത്രമല്ല എന്നിട്ടും നിങ്ങൾ ലോസ് ഉണ്ടാക്കാൻ തയ്യാറായിരിക്കണം. ഇതുകൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ 20s 30s ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ ജെയിൻ സ്ട്രീറ്റിനും സിറ്റഡലിനും ഒന്നും ഇല്ലാത്ത ഒരു വലിയൊരു കാര്യമുണ്ട്, നിങ്ങളുടെ സമയമാണ്. ആ സമയം നിങ്ങൾ എത്രത്തോളം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുള്ള കാര്യമായിരിക്കും നിങ്ങളുടെ വെൽത്തിനെയും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനും തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ശരിക്കും ആലോചിച്ച് സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു സമയത്തിൻ്റെ ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള ഉപയോഗം ട്രേഡിംഗ് പഠിക്കുകയും എക്സിക്യൂട്ട് ഒക്കെ ചെയ്തിട്ടാണ് ചിലവഴിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകമും നിങ്ങളുടെ സ്കിൽസും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ഒബ്വിയസ്ലി ഡിസിഷൻ നിങ്ങളുടെ തന്നെയാണ്. ഇൻഫർമേഷൻ തരാമെന്ന് മാത്രമേ എൻ്റെ ഡ്യൂട്ടി ഉള്ളൂ. അത് ഞാൻ കൃത്യമായി തരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒരു കമന്റെങ്കിലും ഇടാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.